കുറച്ചും കൂടി സമയം ജ്ഞാനത്തെക്കുറിച്ച് പഠിക്കണം എന്നാണ് തോന്നണേ. അപ്പോൾ നമ്മൾ ഇന്നലെയും 1 കൊറിന്ത്യോസ് 2-ാം അധ്യായത്തിൽ 5-ാമത്തെ വചനത്തിലാണ് ഇന്നത്. 1 കൊറിന്ത്യോസ് 2-ാം അധ്യായം 1 കൊറിന്ത്യോസ് 2-ാം അധ്യായം 5-ാമത്തെ വചനം എന്താണ്? വിശ്വാസത്തിന്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവശക്തിയാകാനായിരുന്നു അത്. എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവശക്തി ആകാനായിരുന്നു. അപ്പൊ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഈ ദൈവജ്ഞാനം, ദൈവശക്തി. മാനുഷിക ജ്ഞാനവും മാനുഷിക ശക്തിയിലും ആണ് നമ്മളൊക്കെ ഒരുപക്ഷെ തുടങ്ങുന്നത്. ഇതാണ് വളർച്ച എന്ന് പറയുന്നത്. ഈ മാനുഷിക വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള വിശ്വാസം വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളൊക്കെയാണ്. അതും ദൈവിക ജ്ഞാനവും ദൈവിക ശക്തിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാർത്ഥനകൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായോ? ഇന്നത്തെ രാവിലെ പ്രാർത്ഥനയുടെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് ദൈവത്തിൻ്റെ അത്ഭുതകരമായ, അല്ലെങ്കിൽ ദൈവം തന്നെ നമ്മളിൽ, ദൈവത്തെ നമ്മളങ്ങ് അനുഭവിക്കുന്നു, അല്ലെങ്കിൽ ദൈവവുമായിട്ട് അങ്ങ് ഒന്നാകുന്നു. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ പ്രാർത്ഥിക്കണമെങ്കിൽ തന്നെ എന്ത് വേണം? ജ്ഞാനം വേണം. മനസ്സിലായോ? വീണ്ടും എൻ്റെ ദൈവമേ, പണ്ടൊക്കെ ഞാനിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എണ്ണിപ്പിറക്കി കർത്താവിനോട് ഇങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് പോകാൻ നേരത്ത് ഒരിക്കലിങ്ങനെ ഒരു വിളി കേട്ട്, തോമസ് തോമസ്. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരുമില്ല. അപ്പം എനിക്ക് മനസ്സിലായി കർത്താവാ വിളിക്കണേ. ഉടനെ എന്ത് വേണം കർത്താവേ? അപ്പോൾ പറഞ്ഞു, നീ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് അറിയാമായിരുന്നല്ലോ. 1 മണിക്കൂർ എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് അറിയാമായിരുന്നല്ലോ. ശരിയല്ലേ? ശരിയാണോ അല്ലയോ? നമ്മളുടെ കുറേ കാര്യങ്ങളെല്ലാം നമ്മൾ എണ്ണിപ്പറക്കി നമ്മുടെ പ്രശ്നങ്ങളെല്ലാം കർത്താവിനെ അവതരിപ്പിച്ചു. ഇത് കർത്താവിന് അറിഞ്ഞൂടെ? ഞാൻ പറഞ്ഞു, അപ്പോൾ സമയം, നിൻ്റെയും സമയം പോയി, എൻ്റെയും സമയം പോയി. ഈ 1 മണിക്കൂർ എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒറ്റ വാക്കിൽ നിനക്ക് വേണമെങ്കിൽ പറയായിരുന്നു, കർത്താവേ അങ്ങേക്കെല്ലാം അറിയാലോ. എന്നിട്ട് പറയാണ്, ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരവും എനിക്കറിയാം, ഇതിൻ്റെ എല്ലാം പ്രതിവിധിയും എനിക്കറിയാം. തീർച്ചയായിട്ടും അതെന്നാ വേഗം ഒന്ന് പറയുന്ന, അതാണ് നീ പ്രാർത്ഥിക്കേണ്ടിയിരുന്നത്, ഇല്ലേ? അതാണ് നീ ചോദിക്കേണ്ടിയിരുന്നത്, അതാണ് നീ ശ്രവിക്കേണ്ടിയിരുന്നത്. അപ്പോൾ പ്രാർത്ഥന എന്നാൽ നമ്മൾ അങ്ങോട്ട് പറയുന്ന കുറേ കാര്യങ്ങൾ അല്ല, മറിച്ച് കർത്താവ് ഇങ്ങോട്ട് പറയുന്ന പ്രതിവിധികളും നയിക്കലുമാണ്. കർത്താവ് നമ്മളെ നയിക്കുന്ന അവസ്ഥ. അതാണ് ആടും ഇടയനും. ആര് പറയണതാണ് ഇവിടെ കേൾക്കേണ്ടത്? ആര് പറയണതാണ് കേൾക്കേണ്ടത്? ആടുകൾ പറയണത് ഇടയൻ കേൾക്കണോ, അതോ ഇടയൻ പറയണത് ആട് കേൾക്കണോ? ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആശ്ചര്യം തോന്നൂലേ? നമ്മളെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ആടുകളെല്ലാം കൂടി മേ 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 എന്ന് പറഞ്ഞ ഇടയന്നെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക കുറേ കാര്യം. അപ്പോൾ കൂടി വന്ന ഇടയും പറയും, എനിക്കറിയാം നിങ്ങൾക്ക് ഭക്ഷണത്തിന് സമയമായെന്ന് എനിക്കറിയാം, ശാന്തമായിട്ടിരിക്കൂ, ഇല്ലേ? അപ്പോൾ അതേ സമയത്ത് ദൈവം നമ്മുടെ ഇടയനാണ്, നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നു.
ഓക്കെ, ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ ഒറ്റ വചനത്തിൻ്റെ മാനുഷിക വിജ്ഞാനത്തിൽ നിന്നും ദൈവിക വിജ്ഞാനത്തിലേക്ക് മാറണം. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അത് ഏറ്റവും പ്രധാനമായൊരു കാര്യമാണ് ദൈവമോ പിശാചോ ആർക്കാ ശക്തി. പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ലെന്നാ തോന്നണേ. ഏതാണ്ട് കേരളത്തിലെ പിശാചുക്കൾക്കൊക്കെ ദൈവത്തിനേക്കാൾ കൂടുതൽ ശക്തിയുള്ള മാതിരിയാണ് തോന്നുന്നത്. നമ്മൾ പിശാചിന് ഏതാണ്ട് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന മാതിരിയാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഉടനെ ഒന്നില്ലെങ്കിൽ പിശാച്, അല്ലെങ്കിൽ പൂർവ്വശാപം, അല്ലെങ്കിൽ ബന്ധനം. ഇതൊന്നും ദൈവിക ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, മാനുഷിക ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങളാണിതെല്ലാം. ഒരു കാര്യം കൂടി വരണ്ടായിരുന്നുള്ളത്. ഓക്കെ, ഈ 2-ാം അധ്യായത്തിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് അങ്ങ് പോകുമ്പോണ്ടല്ലോ, എൻ്റെ ദൈവമേ, എന്തോ ഒരു മനോഹരമാണ്. 5-ാമത്തെ വചനം കഴിഞ്ഞു. 6, 7, 8, 9, 10, 11 വരെ. എന്നാൽ പക്വമതികളോട് ഞങ്ങൾ വിജ്ഞാനം പ്രസംഗിക്കുന്നു. കണ്ടോ, ഒന്നെല്ലാവരും അതൊന്ന് വായിച്ച് ഉച്ചത്തിലേറ്റ് പറഞ്ഞ് നമ്മൾ. എന്നാൽ പക്വമതികളോട് ഞങ്ങൾ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പക്ഷേ ലൗകിക വിജ്ഞാനമല്ല, ഈ ലോകത്തിന്റെ നാശോന്മുഖരായ അധികാരികളുടെ വിജ്ഞാനവുമല്ല, രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അത് നമ്മുടെ മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുമ്പേ തന്നെ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതുമാണ്. വായിച്ചോളൂ. ഈ ലോകത്തിന്റെ അധികാരികൾ ആർക്കും അത് ഗ്രഹിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ മഹത്വത്തിന്റെ കർത്താവിനെ അവർ കുരിശിൽ തറയ്ക്കുമായിരുന്നില്ല. കണ്ടിന്യൂ. എല്ലാവരും ശബ്ദമുയർത്തി. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ പോലും ചെയ്യാം. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും, ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തി. മനുഷ്യന്റെ അന്ധകരങ്ങൾ അവന്റെ ആത്മാവല്ലാതെ മറ്റാരാണ്? അതുപോലെ തന്നെ ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കാൻ ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ വളരെയധികം വെളിച്ചം പകരുന്ന കാര്യമാണ്. പ്രധാന ഒരു കാര്യം ഇതിൻ്റെ അവസാനം പറഞ്ഞിരിക്കുകയാണ്. തന്നെ സ്നേഹിക്കുന്നവർക്ക്, സ്നേഹിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളാരാ? ദൈവം മക്കളാണ്. കണ്ടോ, ഇതാണ് ഈ പഴയ നിയമം വെച്ച് നോക്കുമ്പോൾ, പഴയ നിയമത്തിൽ ദൈവത്തെ പിതാവേ എന്ന് തന്നെ ആരും വിളിക്കാറില്ല. അതുകൊണ്ടാണ് ഈശോയ്ക്കെതിരായി ഫരിസേയരുണ്ടായിരുന്നു ദൈവമകനാണെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയ ദൈവദൂഷണമാണ്. ഇപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് നേരത്ത് തോമസ് അച്ഛനുമായിട്ട് ഇങ്ങനെ സംസാരിക്കുക. അച്ഛൻ പറയണ എല്ലാവരും പഴയ നിയമമാണല്ലോ ഇവിടെ അധികം പ്രഘോഷിക്കുന്നത്. ശരിയാണോ അല്ലയോ? ഞാൻ ഈ ടി വിയിലെല്ലാം
കുറച്ചത്തിലൊന്ന് ടോക്ക് കേൾക്കാമെന്നൊക്കെ വിചാരിച്ചൊരു ടെലിവിഷനൊക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വചനപ്രഘോഷകരും മിക്കവാറും പറയുന്നത് മുഴുവനും പഴയ നിയമം. നമ്മൾ എങ്ങോട്ട് പോകുന്നു? പിന്നോട്ട് പോകുന്നു, മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഞാനിത് പറയുമ്പോൾ ഞാൻ അവരെ വിമർശിക്കാനല്ല പറയണത്, ആ ഒരു ആശയം എടുക്കുന്നേ ഉള്ളൂ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാൻ, ഈ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസത്തിൽ ഇപ്പം എൻ്റെ അകത്ത് വരുന്നൊരു ചിന്ത, നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, മോശെ പറഞ്ഞു ഇന്നിന്ന പാപങ്ങൾ ചെയ്യുന്നവരെ ഇത്ര തലമുറ ശാപമുണ്ടാകും. അത് കഴിഞ്ഞിട്ട് അടുത്ത വചനം പറയുന്നത് ആരും പറയാറില്ല. അടുത്ത വചനം എന്താ പറയുന്നത്? കർത്താവിനെ സ്നേഹിക്കുകയും അവൻ്റെ കൽപ്പന അനുസരിക്കുകയും ചെയ്യുന്നവരുടെ 1000 തലമുറ അനുഗ്രഹമായിരിക്കും. സ്നേഹമുള്ളവരെ, നമ്മൾ ആരാ? നമ്മൾ അനുഗ്രഹമല്ലേ? അബ്രാഹത്തിനോട് കർത്താവ് എന്ത് പറഞ്ഞു? നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നിലൂടെ ലോകം മുഴുവനും അനുഗ്രഹിക്കപ്പെടും. പിന്നെ എവിടെയാ ഈ ശാപം? ഓക്കെ, അതിനി പറഞ്ഞ് വിശദീകരിക്കണ്ട നമുക്ക്. ഞാൻ പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവർക്ക് അനുഗ്രഹം. ഇവിടെ ഇവ പറയാണ്, തന്നെ സ്നേഹിക്കുന്നവർക്ക് എന്താ 9 പറയുന്നത്? ഇപ്പൊ നമ്മൾ വായിച്ചത്, എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. കണ്ടോ? പിന്നെ നമ്മൾ രാവിലെ എടുത്തതെല്ലാം പ്രാർത്ഥനയാണ്. പക്ഷെ പ്രാർത്ഥന എന്താ അവിടെ? സ്നേഹം. ഈശോയെ അങ്ങ് സ്നേഹിക്കുക, ദൈവത്തെ അങ്ങ് സ്നേഹിക്കുക. അതാണോ 1 പ്രമാണവും? അതാണ് 10 പ്രമാണവും? എന്താ പ്രമാണം മുഴുവൻ്റെ സാരാംശം? ദൈവത്തെ സ്നേഹിക്കുക, തന്നെ പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പം ഈ സ്നേഹത്തിൻ്റെ സാരാംശം അറിയുന്നതാണ് ജ്ഞാനത്തിൻ്റെ മറ്റൊരു വശം. നമ്മൾ കൽപ്പനകളും ചട്ടങ്ങളും വെച്ച് നടത്തുന്ന ഒരു പോലീസ് ഓഫീസർമാരി അല്ല ദൈവം. സ്നേഹം മാത്രമാണ്. ഓക്കെ, സാവധാനം അവിടേക്ക് വരണം. തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുപാട് സ്ഥലത്ത് ഇത് പറയുന്ന ആശയമാണ്, എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും. ഇവിടെ പറയുന്നത് കണ്ണ് കാണാത്തത്, കാത് കേൾക്കാത്തത്, മനുഷ്യ മനസ്സ് നിരൂപിക്കുക പോലും ചെയ്യാത്ത. അതാണ് ഇവിടെ ഈ പുസ്തകത്തിൽ പ്രാർത്ഥനയിലെല്ലാം അഗ്രാഹ്യം എന്ന് പല പ്രാവശ്യം പറയുന്നു. അങ്ങനെ അഗ്രാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ. പോയിന്റ് ഇതാണ്, എന്നാൽ ഇവ നമുക്ക് തൻ്റെ ആത്മാവിലൂടെ വെളിപ്പെടുത്തി തരുന്നു. ആ പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾക്ക് ജ്ഞാനസ്നാനത്തിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും നൽകിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ചിന്തകൾ ദൈവത്തിൻ്റെ ആത്മാവിനല്ലേ അറിയുള്ളൂ. അവിടെ വലിയൊരു രഹസ്യം, ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ വരെ അന്വേഷിച്ച് കണ്ടെത്തി ദൈവമക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതാണ് വെളിപാട്. ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ. നമ്മൾ വേറൊരു പാട്ട് എഴുതിയിട്ടുണ്ട്, ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവനാണ് സഹായകൻ. അതിന്റെ അവസാനമാണ്, ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ ആത്മാവിനിൽ ചൊരിഞ്ഞിടുന്നു, ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും ആത്മാവിനിൽ ചൊരിഞ്ഞിടുന്നു. എല്ലാവരും, ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ ആത്മാവിനിൽ പകർന്നിടുന്നു, ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും ആത്മാവിനിൽ ചൊരിഞ്ഞിടുന്നു, ആത്മാവിനിൽ ചൊരിഞ്ഞിടുന്നു. നമ്മളിപ്പോഴും ധ്യാനത്തിൻ്റെ ഒരു പ്രിപ്പറേറ്ററി സെഷനിലേ ആയിട്ടുള്ളൂ കേട്ടോ. ധ്യാനത്തിൻ്റെ ആദ്യ ഭാഗത്ത് കുമ്പസാരം വരെ അതിൻ്റെ ഒരു പ്രിപ്പറേഷനേ ആയിട്ടുള്ളൂ.
ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ അറിയുക എന്നുള്ളതാണ് നമ്മുടെ ധ്യാനത്തിൻ്റെ വിഷയം. ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ പരിത്രാണവും നമ്മൾ അറിയണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഈ നിഗൂഢ രഹസ്യങ്ങളിലേക്ക് എത്തി നോക്കുന്ന ജ്ഞാനം വേണം. അപ്പോൾ ഇപ്പോഴെല്ലാം നമ്മൾ കേൾക്കുന്നത് ഒരു പ്രിലിമിനറി ആയിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും എന്തായിരിക്കും നാളെയൊക്കെ സംഭവിക്കാൻ പോണത്. ഇന്ന് കഴിഞ്ഞാൽ നാളെ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ വരെ കേൾക്കാത്ത അത്രയും ഇൻഫർമേഷൻസും വിസ്മയനീയമായ ദൈവിക രഹസ്യങ്ങൾ നിങ്ങളങ്ങ് ഉൾക്കൊള്ളാൻ പോവുകയാണ് ഒറ്റ ദിവസം കൊണ്ട്. അതിനുള്ള ഒരു തയ്യാറെടുപ്പ് മാത്രമാണ് ഇന്ന്. ഇപ്പൊ തന്നെ നമ്മൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ? അപ്പൊ നാളെ എന്തായിരിക്കും സ്ഥിതി? വിഷമിക്കണ്ട. അധികമായാൽ അമൃതും വിഷമെന്നുള്ള ആ പഴമൊഴി ഇനി ഇവിടെ ആരും പറയരുത്. മനസ്സിലായിട്ടുണ്ടോ? താൻ പാതി ദൈവം പാതി എന്നുള്ള പഴമൊഴി ഇവിടെ ആരും ഇനി പറയരുത്. ഇവിടെ ദൈവത്തെ മുഴുവനും തരുന്ന അവസ്ഥയാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കാണുകയോ കാത് കേൾക്കുകയോ മനുഷ്യ മനസ്സെ നിരൂപിക്കുക പോലും ചെയ്യാൻ പറ്റാത്ത അത്രയ്ക്ക് വലുതാണ്. ഇത് വേണോ? അതോ താൻ പാതി ദൈവം പാതി മതിയോ? പകുതി മതിയോ? അപ്പൊ ഇങ്ങനെയുള്ള തെറ്റായ സാധനങ്ങൾ മാറിയാൽ ദൈവം നമ്മളിൽ ഉണ്ട്. പക്ഷെ ഈ സാധനങ്ങൾ തെറ്റായിട്ടുള്ളത് കടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മളെ ലിമിറ്റ് ചെയ്യാണ്, നമ്മളെ അതിനങ്ങ് ചുരുക്കി കളയാണ്. ഈ പഴമൊഴികളെല്ലാം മാറണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. ആ ആത്മാവിൻ്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങളൊക്കെ നീ വാ, ഞാൻ പറഞ്ഞു തരാം, വാ എൻ്റെ അടുത്തിരിക്കുക. ഈ അടുത്തിരിക്കുന്നൊക്കെ പറഞ്ഞതിന് ഭയങ്കര അർത്ഥം വേറെ ഉണ്ട് കേട്ടോ. അത് വേറൊരു ധ്യാനത്തിൽ നമുക്ക് പറയാം. വാ, എൻ്റെ അടുത്ത് വാ, ഞാൻ നിനക്കേ അപ്പച്ചൻ്റെ രഹസ്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഒരു സീക്രട്ട് സർവീസ് മാതിരിയാണ്. സീക്രട്ട് സർവീസ് തന്നെയാണ്, പക്ഷേ അത് പിതാവിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. പിതാവിൻ്റെ മഹത്വമാണത്. പിതാവിന് ഭയങ്കര സന്തോഷമാണ്. പിതാവിൻ്റെ രഹസ്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് പറഞ്ഞ് മക്കൾക്ക് കൊടുക്കുമ്പോൾ പിതാവ് നോക്കണം, എല്ലാം കൊടുത്തോ, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണോ? നിനക്ക് തന്നു കഴിഞ്ഞാലേ ഇത് ലോകം മുഴുവനും പടരുള്ളൂ, അതുകൊണ്ട് കൊടുത്തോ. കണ്ടോ എന്ത് പറയണം? ഇതാണ് ദൈവത്തിൻ്റെ ചിന്ത. എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്, കൊടുത്തോ. പരിതാത്തോ, നീ വായൻ്റെ അടുത്ത് വായോ, ഞാൻ ദൈവത്തിൻ്റെ രഹസ്യമൊക്കെ നിനക്ക് പറഞ്ഞു തരാം. അടുത്ത് വാ. ഇതാണ് ജ്ഞാനത്തിൻ്റെ പ്രവർത്തനം. അപ്പോൾ അവിടെ പൗലോസ് ഈ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഞങ്ങൾ എന്താ പ്രഖ്യാപിക്കുന്നത്? 6-ാമത്തെ വചനം ഒന്നുകൂടി പറഞ്ഞ്, 6-ാമത്തെ വചനം ഇവിടെ പറഞ്ഞ്, 6 പക്വമതികളോട് ഞങ്ങൾ എന്ത് വിജ്ഞാനം പ്രസംഗിക്കും. പക്ഷേ ലൗകിക വിജ്ഞാനമല്ല, ഈ ലോകത്തിന്റെ നാശോന്മുഖരായ അധികാരികളുടെ വിജ്ഞാനവുമല്ല. പിന്നെ എന്താണ്? എല്ലാവരും ശബ്ദമുയരട്ടെ. രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അത് മതി. നമ്മുടെ മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. കേട്ടോ, ഇതിപ്പോ അടുത്തങ്ങ് നിശ്ചയിച്ചല്ലോ. ഒരുപാട് നാളുകൾക്ക്, യുഗങ്ങൾക്ക് മുമ്പേ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ് നമുക്ക് തരാൻ വേണ്ടി. ഓ എൻ്റെ ദൈവമേ, ദൈവിക ജ്ഞാനം. നമ്മുടെ മലങ്കര കുർബാനയിലെ വിശുദ്ധ വചനം വായിക്കുന്നതിന് മുമ്പ് പറയാറില്ലേ, ദൈവജ്ഞാനം പ്രഘോഷിക്കപ്പെടുന്നല്ലേ? ദൈവജ്ഞാനം എന്താ പറയുക? ദിവ്യജ്ഞാനം.
മലങ്കരമാതിരി തന്നെയുള്ള പല റീത്തുകളുമുണ്ട്. ബൈസന്റൈൻ സഭയിൽ ഈ സുവിശേഷ വായനയ്ക്ക് മുമ്പ് വൈദികൻ ആഘോഷപൂർവം സുവിശേഷത്തെ മദ്ബഹായിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഉയർത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ പ്രഖ്യാപിക്കും: വിസ്ഡം ബി അറ്റൻറ്റീവ്, ജ്ഞാനം ശ്രദ്ധയോടെ കേൾക്കുവിൻ. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു സ്വർണ്ണ രശ്മി ഇങ്ങനെ വരുന്ന മാതിരിയാ തോന്നണേ. വിസ്ഡം ബി അറ്റൻറ്റീവ്, ജ്ഞാനം ശ്രദ്ധയോടെ കേൾക്കുവിൻ. ദൈവജ്ഞാനമാണ്, ദൈവജ്ഞാനം. അപ്പം ഈ ദൈവജ്ഞാനത്തിന് വേണ്ടി നമുക്കിപ്പോൾ ദാഹമായി ഇല്ലേ? ദാഹമായോ ഇല്ലയോ? ഇന്ന് വെളുപ്പിന് എണീറ്റോ? 4 മണിക്കൊക്കെ എത്ര പേര് എണീക്കാൻ പറ്റി? ഇന്ന് വെളുപ്പിന് 4 മണിക്ക് എത്ര പേര് എണീറ്റു? വെരി ഗുഡ്. 3 മണി 4 മണി, ചിലവർക്കൊക്കെ 1 മണിക്ക് ഇനി ഉറക്കം വരാണ്ടാവും. വാസ്തവത്തിൽ നമ്മുടെ കുടുംബങ്ങളിലും നമുക്കെല്ലാം ആവശ്യമായിട്ടുള്ളത് ഈ ഒറ്റ കാര്യമാണ്. എന്താണ്? ഇപ്പം നമ്മുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു കാണും, ഈ കുടുംബ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം എന്താ? ജ്ഞാനമില്ലാതെ എടുത്ത ചില തീരുമാനങ്ങളും ചില സംസാരങ്ങളും. സംസാരം വെറും ജ്ഞാനമില്ലാതെ പറഞ്ഞ 2 വാക്ക് മതി കുടുംബ ബന്ധം തകരാൻ. ഒരിക്കൽ പെട്ടെന്ന് ഒരു ലളിതമായൊരു കാര്യം പറയാം. ഒരു കുടുംബ പ്രശ്നമാണ്. ഒരു കൗൺസിലിങ്ങിന് വന്നിരിക്കുകയാണ് ഒരമ്മച്ചി. ഒരു സഹോദരി വന്നിട്ട് പറയാണ്, എൻ്റെ ബ്രദറെ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പോഴും എൻ്റെ ഭർത്താവിനെ അങ്ങ് സ്വീകരിക്കാൻ പറ്റണില്ല. എന്താ കാര്യം? എത്ര വർഷമായി? എന്നു മുതൽ? അത് കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ അങ്ങനെ തന്നെയാണ്. ഇപ്പം എത്ര വർഷമായി? 17 വർഷമായി. എന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ എന്നു മുതലായത്? കല്യാണം കഴിച്ച അന്ന് മുതൽ. അപ്പോൾ കല്യാണം കഴിച്ച അന്ന് എന്തുണ്ടായേ? എന്നാൽ പിന്നെ എന്തിനാ കല്യാണം കഴിച്ചത്? കല്യാണം കഴിച്ച അന്ന് കണ്ടോ, അതാണ് പരിശുദ്ധാത്മാവെ ഓർമ്മിപ്പിച്ച് തരണേ, പരിശുദ്ധാത്മാവെ ജ്ഞാനം തരണേ, ഓർമ്മിപ്പിച്ച് തരണേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഓർമ്മ വരികയാണ്. അന്ന് രാത്രി ഭർത്താവിൻ്റെ മുറിയിലേക്ക് പോകുന്ന സമയത്ത് ഭർത്താവിൻ്റെ ചേട്ടൻ്റെ ഭാര്യ, അല്ലേ? ചേട്ടൻ്റെ ഭാര്യയ്ക്ക് എന്താ പറയുക? ചേട്ടത്തി. ചേട്ടത്തി അല്ലേ? ചേട്ടത്തി ഒരു ഗ്ലാസ് പാല് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, എന്നാ നീ പോയിക്കോ, വിവാഹം എന്താ മണിയറയിലേക്ക് പോലെ പോയിക്കോ. അങ്ങനെ വന്നിട്ട് അങ്ങനെ പാലൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു, നീ എന്തിന് ഇയാളെ കെട്ടാൻ പോയത്? ഇയാൾക്ക് ഹാർട്ട് അറ്റാക്കായിട്ട് ഹൃദയരോഗമുള്ളൊന്നും നാട്ടിൽ എല്ലാവർക്കും അറിയാം, പിന്നെ എന്തിന് ഇയാളെ കെട്ടാൻ പോയേ? ഒന്ന് നോക്കി. വിവാഹരാത്രിയിൽ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകുന്ന മണവാട്ടിയോട് ചേട്ടത്തി പറയണതാണ്, സാരമില്ല, ഞങ്ങൾ പോയിക്കോ. ഞാൻ പറയാനും നമ്മുടെ ഈ പാഴ്വാക്കുകളുടെ അർത്ഥം. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നിട്ട് ഇപ്പം എന്തുണ്ടായി? 17 വർഷമായിട്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായോ? ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവില്ലെന്ന് അങ്ങനെ അറിയാം. അപ്പോൾ ഇയാൾക്ക് ഇങ്ങനെ ഹാർട്ട് രോഗമുള്ള ആളാണ്, അതുകൊണ്ട് ഇയാളെ കല്യാണം കഴിച്ചത് എന്തിനാ? ഇങ്ങനത്തെ ചില ജ്ഞാനമില്ലാത്ത വാക്കുകൾ എപ്പോൾ ആരോട് എന്ത് സംസാരിക്കണമെന്ന് അറിയാതില്ലേ? എപ്പോൾ ആരോട് എന്ത് സംസാരിക്കും? മിണ്ടാതിരുന്നാൽ മതി. മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ജ്ഞാനം. വിവാഹരാത്രി ഒരു പെണ്ണിനോട് പറയണ കാര്യമുള്ളത്, എന്തിനാ ഇയാൾ നീ കെട്ടാൻ പോയത്?
ഇത് ശരിക്കും പ്രാക്ടിക്കൽ നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളാണോ അല്ലയോ? എന്താ ഇതിൻ്റെ കാരണം? എന്താ ഇതിൻ്റെ കാരണം? എന്താ ഇതിൻ്റെ കാരണം? ഒറ്റ വാക്കിലൊന്ന് പറഞ്ഞ എല്ലാവരും, ജ്ഞാനമില്ലായ്മ. നമ്മൾ ഔസപിതാവിനെയും മാതാവിനെയൊക്കെ വളരെയധികം ബഹുമാനിക്കാറുണ്ട്. എന്താ അവരുടെ ഒരു പ്രത്യേകത എന്നറിയോ? അവരാണ് ബൈബിളിലെ ഏറ്റവും നിശബ്ദരായ രണ്ടാളുകൾ. ഒന്നും ആരോടും പറയാറില്ല. എന്തുകൊണ്ടാണ്? അത്രയ്ക്ക് അവർ ജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ വേറൊരു പരാമർശം അല്ലെങ്കിൽ ക്രിറ്റിസിസം എന്ന് വേണമെങ്കിൽ പറഞ്ഞോ, എല്ലായിടത്തും മാതാവ് സന്ദേശം കൊടുക്കണമെന്നാണ് പറയണത്, ഇല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് പല പണ്ഡിതന്മാരും പറയുന്നത് ഇങ്ങനെയാണ്: മാതാവ് അങ്ങനെ എപ്പോഴും സംസാരിക്കാത്ത ആളാണല്ലോ, പിന്നെ എങ്ങനെ ഇപ്പോൾ വന്നിട്ട് ഇത് സംസാരിക്കാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ മാതാവ് പറയുന്ന കാര്യങ്ങളൊക്കെ ബൈബിളിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. മക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കുക. അതിപ്പോൾ മാതാവ് പറഞ്ഞിട്ട് വേണം, ഈശോ പറഞ്ഞിട്ടില്ലേ മാതാവ്? അപ്പോൾ ഈ മാതാവ് സന്ദേശം കൊടുക്കണോ എന്ന് പറയുമ്പോഴും മനസ്സിലാക്കണം, മാതാവ് ഏറ്റവും വലിയൊരു കോണ്ടംപ്ലേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിച്ച് സന്ദേശം കൊടുക്കില്ലെന്നും പറയുന്നില്ല. അപ്പോൾ ആ സന്ദേശങ്ങളുടെ പുറകെ അങ്ങനെ നമ്മൾ പോകുമ്പോൾ പിന്നെ മുഴുവനും മാതാവ് പറഞ്ഞു. അപ്പോൾ പിന്നെ കർത്താവ് പറഞ്ഞതൊന്നും വേണ്ടേ? മാതാവ് പറഞ്ഞതെല്ലാം ആര് പറഞ്ഞതാ? കർത്താവും പരിശുദ്ധാത്മാവും പറയണത് തന്നെയാണ്. പറയേണ്ട ആവശ്യമെന്ന് വെച്ചാൽ, മാതാവ് ജീവിച്ചിരുന്ന കാലത്ത് എല്ലായ്പ്പോഴും ആദ്യകാലങ്ങളിലെല്ലാം മാതാവ് മൗനമായിട്ടാണ് കാര്യങ്ങൾ നടത്തുക. അപ്പോൾ ഞാൻ പറയാണ്, നമ്മൾ മാതാവിൻ്റെ സന്ദേശം, ഇന്നവരുടെ സന്ദേശം, ഇങ്ങനെ ഈ സന്ദേശങ്ങൾക്ക് പുറകെ നമ്മൾ പോകുമ്പോൾ അതിനെ വിവേചിക്കണം. പലരും പറയുന്ന സന്ദേശങ്ങൾ ശരിക്കും പരിശുദ്ധാത്മാവിൽ നിന്നാണോ? ഇനി ആ സന്ദേശങ്ങളെ തന്നെ വ്യാഖ്യാനിക്കുന്നത് ജ്ഞാനമാണ്. ഇപ്പം നമ്മൾ ദർശനപരങ്ങൾ, അതുപോലെ തന്നെ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നു കൗൺസിലേഴ്സിലൂടെയും അല്ലാതെയും, ഇതിനും വ്യാഖ്യാനം വേണം. അതാണ് ജ്ഞാനത്തിൻ്റെ മറ്റൊരു വശം. പ്രത്യേകിച്ച് നമ്മളുടെ നാട്ടിൽ കരിസ്മാറ്റിക്കിൻ്റെ പ്രസരണത്തിൽ കൂടുതൽ വരദാനങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഈ വരദാനങ്ങളിൽ പൗലോസ്ലീഹയെല്ലാം പറയുന്നത്, നിങ്ങൾ ആദ്യം പ്രവചനപരത്തിനായിട്ട് ദാഹിക്കുക. പക്ഷെ നമ്മൾ പ്രവചനത്തെക്കാൾ കൂടുതൽ ദർശനപരങ്ങളാണ് അധികം ഉപയോഗിക്കുന്നത്. ഈ ദർശനപരങ്ങൾക്കുള്ള പ്രത്യേകത, ദർശനം കിട്ടുന്നതും സന്ദേശങ്ങൾ കിട്ടുന്നതിൻ്റെയും വ്യാഖ്യാനം ദൈവിക ജ്ഞാനം അനുസരിച്ചല്ലെങ്കിൽ അതിൽ തെറ്റുപറ്റാം. ഞാൻ എല്ലാ ധ്യാനത്തിലും പറയാറുള്ള ഒരു ഉദാഹരണം ഇതാണ്. ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാറേ, എൻ്റെ ഫിഷിംഗ് ബോട്ട് 2 വർഷമായി വർക്ക് ചെയ്യണില്ല, അതിനെന്താ കാരണം എന്ന് പ്രാർത്ഥിച്ച് നോക്കിയെന്ന്. മനസ്സിലായോ? അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ, ഇങ്ങനെ ഫിഷിംഗ് ബോട്ടിൻ്റെ കാര്യമൊക്കെ പ്രാർത്ഥിക്കാനല്ല ദർശനപരം. ആത്മാവിൻ്റെ നവീകരണത്തിനും വിശുദ്ധീകരണത്തിനും ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ദർശനപരം. വരദാനങ്ങളെല്ലാം തന്നെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയാണത്. അതെന്താ സാർ അങ്ങനെ പറയണേ? സാറിനെ പോലെയുള്ള ഒരാൾ പ്രാർത്ഥിച്ച് കർത്താവ് ദർശനത്തിൽ കാണിച്ചു കൊടുത്തതനുസരിച്ചിട്ടാണ് ഞാൻ ഈ ബോട്ട് മേടിച്ചത്. എൻ്റെ ദൈവമേ, എന്തി പറയണേ? അതെ, ആളുടെ പേരൊക്കെ പറഞ്ഞു. ഇന്ന ആൾ വലിയൊരു കൗൺസിലർ, അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ 2 ബോട്ട് കർത്താവ് കാണിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കർത്താവ് ഇതാ സന്ദേശം തരുന്നു, 2 ബോട്ട് മേടിച്ചോളാൻ. ഞാൻ ബോട്ട് കൃഷിയുടെ ഒന്നും മത്സ്യബന്ധനമൊന്നും എനിക്കൊന്നും അറിയില്ല. ഞാൻ കുന്നും പുറത്ത് മൊട്ടക്കുന്നിൽ കശുമാവും തോപ്പ് ആണ് എൻ്റെ ജോലി. കശുമാവ് കൃഷിയാണ്. പക്ഷെ കർത്താവ് സന്ദേശം തരുമ്പോൾ പിന്നെ ചെയ്യാതിരുന്ന മോശമാവില്ലേ എന്ന് വിചാരിച്ച് ഞാൻ 2 ബോട്ട് ലക്ഷക്കണക്കിന് രൂപ ബാങ്ക് ലോൺ എടുത്ത് മേടിച്ചു. പക്ഷെ ബോട്ട് ഓടണില്ല.
ബോട്ട് ഇന്നേ വരെ ഓടിയിട്ടില്ല. 2 വർഷമായി. ഒന്ന് കൈവീശി കാണിച്ച്. ബോട്ട് ഓടാൻ വേണ്ടിയല്ല. ഞാനങ്ങ് അന്തം വിട്ടു. ഈ ദൈവമേ, നമ്മൾ ഒരു സന്ദേശം കൊടുക്കുമ്പോൾ മറ്റുള്ളവർ അതിനെ ദൈവദൂതായിട്ടാണ് എടുക്കുന്നതെന്ന് മനസ്സിലാക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ? ഇയാളെ സഹായിക്കണ്ടേ? ഞാൻ പറഞ്ഞു, ഈ ദർശനം 2 ബോട്ട് ദർശനത്തിൽ കണ്ടു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ബോട്ട് മേടിക്കുക എന്നല്ല. ആ ദർശനത്തിനെ വ്യാഖ്യാനിക്കണം. ദൈവത്തിൻ്റെ ജ്ഞാനത്തിലൂടെ, ആ ഒരു ഫിഗറേറ്റീവ് ഒരു ചിഹ്നത്തിലൂടെ കർത്താവ് സന്ദേശം തരുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം. അതെന്തിനാ? കൃത്യമായിട്ട് കാണിക്കാല്ലേ. ഇതാ അവസാനം ഇയാൾ പറഞ്ഞു, എന്താ സാറൊന്ന് പ്രാർത്ഥിച്ച് നോക്കി, എന്താണ് അതിൻ്റെ അർത്ഥം? അത് ചെയ്യാം, പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേ, അങ്ങനെ ഒരു ദർശനം അങ്ങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനവും അങ്ങ് തന്നെ തരുന്നാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും അതിൻ്റെ വ്യാഖ്യാനം തന്ന് ഞങ്ങളെ സഹായിക്കണം. അങ്ങനെ അതിൻ്റെ വ്യാഖ്യാനം, പരിശുദ്ധാത്മാവെ ജ്ഞാനം തരണേ, ആ 2 ബോട്ട് ദർശനത്തിൽ കാണിച്ചതിൻ്റെ വ്യാഖ്യാനം എന്താ? പരിശുദ്ധാത്മാവെ ജ്ഞാനം നൽകണേ, ജ്ഞാനത്തിൻ്റെ വചനം നൽകണേ, വിവേകത്തിൻ്റെ വചനം നൽകണേ. അപ്പോൾ ഇതാ വ്യാഖ്യാനം വരുന്നു. വ്യാഖ്യാനം പറയുകയാണ്, 2 വള്ളത്തിലാണ് ഇവൻ കാല് വെച്ചിരിക്കുന്നത്. എന്താണ്? 2 ബോട്ടിലാണ് കാല് വെച്ചിരിക്കുന്നത്. സമാധാനമായില്ലേ? ഒരു സമാധാനം വരണുണ്ടോ നമ്മുടെ ഉള്ളിൽ ഇത് കേട്ടപ്പോൾ? അതാണ് പരിശുദ്ധാത്മാവിൻ്റെ സന്ദേശത്തിൽ നിന്ന് കിട്ടുന്നത്. ഇത് കേട്ട വഴിയാൾ പറഞ്ഞു, അയ്യോ അത് കറക്റ്റാണ് ബ്രദറേ. ഞാൻ ഇവിടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ലീഡറാണ്, എന്നാൽ എനിക്ക് പാണ്ടിച്ചേരിയിൽ ഒരു ബ്രാൻഡി ഷാപ്പുണ്ട്. അത് പറയണത് എന്താണ് ഈ 2 ബോട്ട് എന്നുള്ളത് നമ്മൾ അറിയട്ടെ. അപ്പോൾ പരിശുദ്ധാത്മാവ് 2 വർഷം മുമ്പേ പറഞ്ഞു, ഈ 2 ബോട്ടിൽ കാല് വെക്കണത് ശരിയല്ല മോനെ, നീ ആ ബോട്ട് വിട്. ഏത് ബോട്ട്? ഈ മദ്യവിൽപ്പനയുടെ ബോട്ട് വിട്. എന്നിട്ട് പുള്ളി പറയണ, ബ്രദറെ അവിടെ എൻ്റെ മകനാണ്, അവന് ഇച്ചിരി മാനസിക അസ്വസ്ഥതയൊക്കെ ഇട്ട്. കണ്ടോ, 2 വർഷത്തിന് മുമ്പേ അവനവിടുന്ന് ഈ ഫോറിൻ ലിക്കറിൻ്റെ അകത്തിരിക്കണ മോൻ വേറെ എന്തുണ്ടാവും? വളരെ കുറേ സാമ്പത്തിക പ്രശ്നമുണ്ട്, അതിനി കൂടും. ഇതിപ്പോൾ വിട്ടില്ലെങ്കിൽ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ വിശ്വാസവും പ്രാർത്ഥനകളും ഒക്കെ ഈ സമ്പത്തും അതിൻ്റെ വ്യവസ്ഥിതിയുടെയും ക്രയവിക്രയത്തിന് വേണ്ടിയല്ലേ ഉപയോഗിക്കപ്പെടുന്നത്? അതല്ല ദൈവിക ജ്ഞാനം. അപ്പോൾ നമ്മൾ നവീകരണ അനുഭവത്തിൽ വന്നിട്ടും പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ദൈവത്തിൻ്റെ ജ്ഞാനത്തിലൂടെ മാത്രമേ അതിനെ വ്യാഖ്യാനിക്കാവൂ. ഭൗതികമായ ഒരു തത്വത്തിൽ അതിനെ വ്യാഖ്യാനിക്കരുത്. നമ്മൾ ഭൗതികമായൊരു കാര്യത്തിന് വേണ്ടി ആയിരിക്കാം പ്രാർത്ഥിക്കുന്നത്. അപ്പം കിട്ടുന്ന ദർശനങ്ങൾ ആത്മീയ ഉത്കർഷത്തിന് വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പൗലോസ്ലീഹ പറയാണ്, പക്വമതികളോട് ഞാൻ എന്ത് പറയും? വിജ്ഞാനം പ്രസംഗിക്കുന്നു. എന്ത് പ്രസംഗിക്കുന്നു? വിജ്ഞാനം. അതെങ്ങനത്തെ വിജ്ഞാനമാണ്? വായിച്ചേ. രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ്. ഒന്നും എല്ലാവരും ഉച്ചത്തിലേറ്റ് പറഞ്ഞ രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, മാമോദീസായിലൂടെ
ജ്ഞാനസ്നാനത്തിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനത്തിന്റെ നിധി തുറക്കണമേ. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ദൈവിക ജ്ഞാനം എന്നിൽ തുറക്കണമേ. രഹസ്യവും ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. എല്ലാവരും ഒന്ന് ഭാഷാവർത്തി ചോദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദാഹിക്കുക. ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ, ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ ദൈവാത്മാവിനല്ലാതെ ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ ആർക്കറിയാം? ഓ ഹലാ ബിയലഹു റബിയബാ ഹിരിയലബാ ലബലബാ റബലബാ. ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ, ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ, ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ ഞങ്ങളിൽ തുറക്കണമേ. എന്റെ ആത്മാവിൽ തുറക്കണമേ, എന്റെ ബുദ്ധിയിൽ തുറക്കണമേ, എന്റെ ഭാവനയിൽ തുറക്കണമേ, എന്റെ ചിന്തകളിൽ ദൈവത്തിന്റെ ചിന്തകളായി മാറ്റണമേ. എന്റെ മാനുഷിക ജ്ഞാനം വിട്ട് ദൈവിക ജ്ഞാനമാക്കണമേ. ലബ്ബ 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 Praise the Lord. ഇതാണ് നമ്മൾക്ക് വേണ്ട പ്രാർത്ഥന. ദൈവത്തിന്റെ ഗൂഢരഹസ്യങ്ങൾ ആത്മാവിൽ പകർന്നിടുന്നു. ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും ആത്മാവിൽ ചൊരിഞ്ഞിടുന്നു. ദൈവത്തിൻ നിഗൂഢ രഹസ്യങ്ങൾ ആത്മാവിൽ പകർന്നിടുന്നു. ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും ആത്മാവിൽ ചൊരിഞ്ഞിടുന്നു. എല്ലാം ചൊരിഞ്ഞിടുന്നു. ഒന്നുകൂടി ദൈവത്തിൻ നിഗൂഢ രഹസ്യങ്ങൾ ആത്മാവിൽ പകർന്നിടുന്നു. ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും ആത്മാവിൽ ചൊരിഞ്ഞിടുന്നു. ദൈവത്തിൻ നിഗൂഢ രഹസ്യങ്ങൾ ആത്മാവിൽ പകർന്നിടുന്നു. ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും ആത്മാവിൽ ചൊരിഞ്ഞിടുന്നു. ആത്മാവിൽ ചൊരിഞ്ഞിടുന്നു. Praise the Lord. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഇങ്ങനെയാണ്. ഇന്ന് കുർബാന, ഇന്ന് നമ്മൾ കുമ്പസാരത്തിൻ്റെ ദിവസമാണ്. കുമ്പസാരം 3 മണിക്ക് നമ്മൾ കുമ്പസാരമാണ്. 3 മണി മുതൽ 4 മണി വരെ കുമ്പസാരം. കുമ്പസാരം കഴിഞ്ഞിട്ടാണ് ഇന്ന് കുർബാന കേട്ടോ. അപ്പോൾ 3 മണി മുതൽ 4 മണി വരെ കുമ്പസാരം, 4 മണി മുതൽ 5 വരെ നമ്മളുടെ വിശ്രമ സമയം, 5 മണിക്ക് കുർബാന. അപ്പോൾ ഇന്ന് രാവിലത്തെ സെഷൻ നമുക്കങ്ങ് നീണ്ട ക്ലാസ്സാണ്. നമുക്കൊരു ചായ കുടിക്കേണ്ട സമയം, ചായ ഇല്ലല്ലോ അല്ലേ? ചായ ഇല്ല എങ്കിലും ഒരു ചെറിയ ബ്രേക്ക് വേണം ഇപ്പോൾ, വേണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് 15 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് വേഗം വരാം. എന്നിട്ട് ഇനി അടുത്ത ഒരു മാരത്തോൺ ക്ലാസ്സാണ് ജ്ഞാനത്തെക്കുറിച്ച് തന്നെയുള്ളത്. ഞാൻ ആ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി, ജ്ഞാനത്തിൻ്റെ പുസ്തകം എവിടെയാണ്? ഓ, എനിക്ക് ഭയങ്കര ആനന്ദമാണ് ഈ ജ്ഞാനത്തെക്കുറിച്ച് അങ്ങ് പറയുമ്പോൾ. മാത്രമല്ല ഇപ്പം തന്നെ നിങ്ങൾക്കൊരു ബോധ്യം വന്നില്ലേ? നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടു എന്ന് തോന്നുന്നുണ്ടോ ഇല്ലയോ? നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും ഉത്തരം കിട്ടി എന്ന് തോന്നുന്നുണ്ടോ ഇല്ലയോ? എന്താ? ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. സത്യമാണ് ഞാൻ പറയണത്. ഒരാൾ പറഞ്ഞു ഇനി ധ്യാനം ഒന്നും കൂടണ്ടെന്ന്. അതെന്താ? അല്ല, ഇപ്പം ഈ ധ്യാനം കഴിഞ്ഞാൽ ഇനി ധ്യാനം കൂടേണ്ട ആവശ്യമില്ല. ഇനി വേറെ ധ്യാനം കൂടേണ്ട ആവശ്യമില്ല. ഇനി എന്ത് ചെയ്യണം? ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് വേണ്ടതെല്ലാം പറഞ്ഞു തരും എന്ന് വിചാരിച്ച് ധ്യാനം കൂടണ്ടെന്നല്ല പറയുന്നത്. ധ്യാനം കൂടണ്ടെന്നല്ല പറയുന്നത്. എനിക്ക് അതിനോട് ദൈവമേ, ഇത്രയും നാളായിട്ട് ഈ ജ്ഞാനം എവിടെയാ ഇത്രയും ഒളിഞ്ഞിരുന്ന മാതിരി തോന്നണം ഇല്ലേ? ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകം നമ്മുടെ കയ്യിലുണ്ടായിട്ട്
നമ്മൾ അങ്ങോട്ടേക്ക് നോക്കിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് അല്പസമയം ബ്രേക്ക് എടുത്ത് ഫ്രഷായിട്ട് വരിക, അധികം സംസാരിക്കരുത്, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, വെള്ളം കുടിക്കുക, വരിക.